ശബരിമല യുവതീ പ്രവേശനത്തിൽ മലക്കം മറിഞ്ഞ് സർക്കാർ, ആചാരങ്ങൾ സംരക്ഷിക്കണം. ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ എതിർക്കാനും ആചാരങ്ങൾ സംരക്ഷിക്കാനുമുള്ള നിലപാട് സ്വീകരിക്കാൻ തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്തു. വിശ്വാസികളെ അകറ്റുന്ന നിലപാട് സ്വീകരിക്കരുതെന്ന് യോഗം സർക്കാരിനോട് ശുപാർശ ചെയ്തു. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ആചാര സംരക്ഷണത്തിന് അനുകൂലമായി തീരുമാനമെടുത്ത് സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുമെന്നാണ് വിവരം. ശബരിമല യുവതീ പ്രവേശന കേസ് സുപ്രീം കോടതി വീണ്ടും പരിശോധിക്കുന്ന സാഹചര്യത്തിൽ കേരളം പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കും. ഇക്കാര്യത്തിൽ കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിരുന്നു. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നും ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച മുൻ നിലപാട് തിരുത്താനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ വിശ്വാസികളെ അകറ്റുന്ന നിലപാട് പാടില്ലെന്ന് CPMലും ധാരണയായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നേരത്തെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചിരുന്ന CPMും സംസ്ഥാന സർക്കാരും മുൻ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞത്. വിശ്വാസികളെ അടുപ്പിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ആഗോള അയ്യപ്പ സംഗമവും നടത്തിയിരുന്നു. NSS, SNDP അടക്കമുള്ള സമുദായങ്ങൾ ആചാരം സംരക്ഷിക്കണമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നവോത്ഥാന സംരക്ഷണ സമിതിയിലെ മറ്റൊരു പ്രബല സമുദായമായ KPMS യുവതീ പ്രവേശന നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്ന അഭിപ്രായക്കാരാണ്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കാൻ എത്തിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയിരുന്നത്. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിധി നിലനിർത്തണമെന്ന് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ സുപ്രീം കോടതിയെ നിലപാട് അറിയിച്ചു. സ്ത്രീകളുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ശബരിമലയെ പ്രത്യേക വിഭാഗമായി കാണാനാകില്ല എന്നുമാണ് അസോസിയേഷൻ വ്യക്തമാക്കിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരിക്കലും യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചിട്ടില്ലെന്നാണ് പ്രസിഡന്റ് K. ജയകുമാർ നേരത്തെ വ്യക്തമാക്കിയത്. കോടതിയുടെ വിഷയമാണ്. തുടക്കം മുതൽ ബോർഡ് വിശ്വാസികൾക്കൊപ്പമാണെന്നും K. ജയകുമാർ പറഞ്ഞിരുന്നു.